2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരിയിൽ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. കഴക്കൂട്ടം മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലം, വട്ടിയൂർക്കാവ് മണ്ഡലം, നേമമണ്ഡലം, ഈ സ്ഥലങ്ങളിലെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ അവര് ജനങ്ങളോട് സംസാരിക്കുന്നത്, ഒപ്പം വോട്ടർമാരുടെ അഭിപ്രായങ്ങളും. കാണുക ജനസമക്ഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രശസ്തനായ സ്ഥാനാർത്ഥി, ഒരു സൂപ്പർ സ്റ്റാർ എന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാം, കരവട സുഖം. നമുക്കൊന്ന് പരിചയപ്പെടാനൊന്നുമില്ല. നമസ്കാരം. 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 സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു, കുഴപ്പമില്ലല്ലോ. ഇല്ലില്ല, അങ്ങനെ സൂപ്പർ സ്റ്റാർ അല്ല. സ്റ്റാർ എന്ന് വെച്ചാൽ ഒന്ന് തിളങ്ങിട്ട് ചിലപ്പോൾ അതങ്ങ് പൂക്കളയും. അങ്ങനെ പോവാനല്ല, അങ്ങനെ നിൽക്കാനാണ്. എന്ത് തോന്നുന്നു, അഭിനയ രംഗമാണോ നല്ലത്, രാഷ്ട്രീയമാണോ നല്ലത്? അങ്ങനെ ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടൊന്നുമില്ല. അഭിനയ രംഗമാണോ നല്ലത്, രാഷ്ട്രീയമാണോ നല്ലത് എന്നുള്ളതല്ല. രണ്ടായാലും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള മേഖലയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിനയമായാലും രാഷ്ട്രീയ മേഖലയായാലും സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കലാപ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിലൊന്നാണ് പ്രധാനമായി വരുന്ന രാഷ്ട്രീയം, രാഷ്ട്രസേവനം, ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളത്. എല്ലാവരുടെ അറിവിൽ താങ്കളൊരു നടൻ എന്നുള്ളതാണ്, അതിലുപരി താങ്കളൊരു അധ്യാപകനാണ് അല്ലെ? അതെ, പ്രിൻസിപ്പളായിരുന്നു. ഇപ്പൊ VRS കൊടുത്തു. അധ്യാപകനാണ് എന്ന് പറയുന്നത് എപ്പോഴും അധ്യാപകൻ തന്നെയായിരിക്കും. അധ്യാപകനായിരുന്നു എന്നൊരു വാക്ക് വരുന്നില്ല, എപ്പോഴും അധ്യാപകൻ. ശിഷ്യഗണങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടെ എപ്പോഴും തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുന്നുണ്ട്. ചോദ്യത്തിലേക്ക് കിടക്കുക. ആദ്യം ഒരു കുസൃതി സാധനം. പാലക്കാട് മത്സരിക്കുന്ന ശ്രീമാൻ പിഷാരടിക്ക് മമ്മൂട്ടി ആശംസ കൊടുത്തു. താങ്കൾ ഒരു നടനല്ലേ, ഇതൊരു അഭിനയിച്ചിട്ടുണ്ടല്ലോ, താങ്കൾക്ക് എന്തുകൊണ്ട് അഭിനന്ദനം തന്നില്ല? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ മമ്മൂക്കയോട് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയേനെ. ഞാൻ ചോദിച്ചില്ല, ലൈനിൽ വന്നാണ് പറഞ്ഞു. അപ്പൊ മമ്മൂട്ടിയുടെ കൂടെ, മോഹൻലാലിന്റെ കൂടെ, ഒരുപാട് പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ലേ, സൂപ്പർ ഹിറ്റ് പടങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്റെ മൊയ്തീൻ അല്ലേ? അപ്പം എന്തുകൊണ്ട് അവരാരും വരുന്നില്ല എന്ന് ചോദിച്ചു. രാഷ്ട്രീയമായിട്ടാണോ? താങ്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ? അതെ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഒരിക്കലും സിനിമയെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ താങ്കൾ വന്ന് അടുത്ത 5 വർഷക്കാലം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന താങ്കളുടെ മനസ്സിലുള്ള ചില ആശയങ്ങളുണ്ട്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്. കാരണം ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. ഐ ബീൻ ബോൺ ഹിയർ, ഗ്രോൺ ഹിയർ ആൻഡ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം എനിക്കൊരു അന്യമായ സ്ഥലമല്ല. ട്രിവാൻഡ്രത്തെ ഈ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് എനിക്ക് വളരെ സുപരിചിതമായ മണ്ഡലമാണ്. കരമന ഉൾപ്പെടെ വരുന്ന സ്ഥലമാണ്. അതിനാൽ കരമനയും കരമനയുടെ ചുറ്റുപാടും ഈ പറഞ്ഞ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായാലും ഭീമാപ്പള്ളി ആയാലും ഈ പറഞ്ഞ വെട്ടുകാട് പള്ളിയായാലും ഇതെല്ലാം ഈ മണ്ഡലത്തിൽ വരുന്നതാണ്. എല്ലായിടത്തും ഒന്നിച്ചു കിടന്ന് സാമൂഹിക പ്രവർത്തനം. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിന്റെ പ്രത്യേകത. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ജനസമൂഹത്തിന്റെ ഒരു കൂട്ടുറപ്പ് ഉള്ള പാർട്ടിയാണ്. ആ പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എങ്കിലും എന്റെ ചോദ്യത്തിലേക്ക് എത്തിയല്ല, എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, വാഗ്ദാനങ്ങൾ എപ്പോഴും നമ്മൾ പറയേണ്ട സമയം ഇപ്പോഴല്ല. നമ്മളൊരു LDFന്റെ ആയ പ്രകടന പത്രികയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 99% പ്രകടന പത്രികയിൽ പറഞ്ഞ നടപ്പിലാക്കിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ സർക്കാരാണ്, ഇപ്പൊ തുടരാൻ പോകുന്ന സർക്കാരാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാനായിട്ട് വാഗ്ദാനം പറയുകയല്ല ചെയ്തത്. ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ജയിച്ച് ഭരണത്തിൽ വരാണെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടും ഉറപ്പുണ്ട്. അങ്ങനെയൊന്നും ഞാനിപ്പം ഞാനിപ്പോ ഈ കാൻഡിഡേറ്റ് ആകുമെന്നുള്ളത് പോലും ഞാൻ അപ്രതീക്ഷിതമാണ്. പിന്നെ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, പൂന്തുറയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടുത്തെ ഈ വള്ളം കരയ്ക്കടുപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഗ്രൗണ്ടിന്റെ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്ന ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ പാർപ്പിട പദ്ധതി തീർച്ചയായിട്ടും നടപ്പിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നമ്മൾ പോയ 2-3 കോളനികളുണ്ട്, അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പാർപ്പിട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ വിധത്തിൽ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ചിലവരെ ചോദിച്ചവരടുത്ത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനായി വരുന്നുവെങ്കിൽ തീർച്ചയായും നടക്കുന്നു. ശരി, എന്തായാലും ഞങ്ങളോടൊപ്പം വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. ജയിക്കുന്ന ആളല്ലേ? നമ്മൾ BJP BJP താല്പര്യം? UDF ആണോ BJP? ഇവിടെ UDF ആയിരുന്നു താല്പര്യം.
വരാൻ സാധ്യത. പേരെന്താണ്? ചാൻസ് ഇടതുപക്ഷത്തിനാണ് ചാൻസ്. പേരെങ്ങനെയാണ്? സുരേഷ്. എന്റെ പേര് അശോക്. അശോകൻ. ആര് ഭരണത്തിൽ വരാൻ സാധ്യത? ഭരണത്തിൽ വരാൻ തൂക്കുന്ന സാധ്യതയാണ്. ഒരു മുന്നണിക്കായിട്ട് സാധ്യതയില്ല, സാധ്യത കാണുന്നില്ല. എവിടെയാണ് വോട്ട് കാട്ടാക്കട. അപ്പൊ ആര് പേര് നമ്മുടെ ഭരണത്തിൽ? തെരഞ്ഞെടുപ്പല്ല, അതൊക്കെ നിഷ്പക്ഷമായ വോട്ട് ചെയ്യാൻ അവർ ജയിക്കും. നിഷ്പക്ഷവാദികളാണല്ലോ. രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. നിഷ്പക്ഷമായ വോട്ടുകളുണ്ട്, അവരെ ഏത് ഭാഗത്തോട്ട് മാറും അവരങ്ങ് ചേട്ടന്റെ അനുഭവത്തിൽ ആര് വരെ മൂന്നാം തവണ LDF വരും, UDF വരും, BJP വരും? ഒരു മുൻഗണനാ നേതൃത്വത്തിലേക്ക് പോയി പറ്റില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രഗത്ഭനായ UDF സ്ഥാനാർത്ഥി ശ്രീമാൻ CP ജോൺ, നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടാം, ചോദിക്കാം. ഞാൻ UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? സഖാവ് CP ജോൺ എന്നാണോ അതോ വെറും CP ജോൺ എന്നാണോ? അതിന്റെ ഇഷ്ടമല്ല പറയാം, രണ്ടും ശരിയാ. അപ്പൊ മത്സര രംഗത്ത് ആദ്യമായിട്ടാണ്? അല്ലല്ലോ, അല്ല, തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ്. എന്ത് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരം നിവാസികളുടെ ഒരു പൾസ് എങ്ങനെയാണ്? തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമല്ലേ. ഈ സ്ഥിരാകേന്ദ്രത്തിൽ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷ ആളുകൾക്ക് ഈ ഗവൺമെന്റ് മടുത്തു. അത് വളരെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയും അല്ലെങ്കിൽ രാജാജി നഗറുകാരും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഏറ്റവും പാവപ്പെട്ടവരും മാത്രമല്ല, ഇടത്തരക്കാർക്ക് മതിയായി, ചെറുകിട കച്ചവടക്കാർക്ക് മതിയായി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗര ഹൃദയത്തിൽ പോലും വെള്ളം കിട്ടാത്തതുകൊണ്ട് സാധാരണക്കാർക്ക് മതിയായി. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും താമസിക്കുന്ന ഫോർട്ട് ഉണ്ടല്ലോ, ആ ഫോർട്ടിന് ചുറ്റുമുള്ള വീടുകളിൽ വെള്ളമില്ല. അപ്പൊ കുടിവെള്ളമോ അതുപോലെ ബേസിക് ഫെസിലിറ്റീസോ കൊടുത്തിട്ടില്ല. പണിത് കൊടുത്ത വീടുകളൊക്കെ ചോർന്നൊലിക്കുകയാണ്. അപ്പൊ അതൊക്കെ ജനങ്ങളുടെ മാറ്റത്തിന് വേണ്ടി കാത്തു നിൽക്കാണ് ഈ ഗവൺമെന്റ് പോവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ജയിച്ച് കഴിഞ്ഞാൽ വരുന്ന 5 വർഷക്കാലം താങ്കൾ ഈ നമ്മുടെ തലസ്ഥാനത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന വികസനത്തിന്റെ ഒരു രൂപരേഖ പ്രകടന പത്രികയിൽ ഇല്ലാത്തതായിരിക്കണം പറയാം. അത് തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ ഇപ്പൊ എല്ലാ മണ്ഡലത്തിനെയും വരില്ലല്ലോ. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ നഗരത്തിന്റെ പ്രാധാന്യം, ചരിത്രപരമായൊരു പട്ടണമാണ്, പൗരാണികമായ പട്ടണമാണ്. ആ പട്ടണത്തിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അത് നമ്മളായിട്ട് വന്നിട്ടുണ്ടാക്കേണ്ടതൊന്നുമല്ല. പക്ഷെ അതിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ച് ലോകപ്രസിദ്ധമായ ഒരു നഗരമാണിപ്പോഴും, അതിനേക്കാൾ ഉയർന്ന രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. കോസ്റ്റൽ ഏരിയയിലുള്ള ഭവന നിർമ്മാണ പദ്ധതികളൊക്കെ പരാജയപ്പെട്ടിരിക്കുക. ചോർന്നൊലിക്കുന്ന വീടുകൾ അത് നന്നാക്കണം. ഫ്ളാറ്റുകൾ പണിതിട്ടുണ്ട്. ഇന്ന് സംഭവിച്ചത് എന്താണ്? ഫ്ളാറ്റിലേക്ക് വെള്ളം കയറുന്നില്ല. ഇപ്പൊ പൂന്തറയില് ഒരു ഫിഷിംഗ് ഹാർബർ, അതേപോലെ തന്നെ അവര് എന്നെ അതിശയിപ്പിച്ച എല്ലാരും പറയുന്നത് ഞങ്ങൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല. അവിടെ ഇഷ്ടംപോലെ ഫുട്ബോൾ ക്ലബുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മുടെ സ്ഥലപരിമിതി വിഷയമല്ല. സ്ഥലപരിമിതി മാത്രമല്ല, വലിയ തുറ ഫുട്ബോൾ ഗ്രൗണ്ട് ഇപ്പൊ കടല. ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ തിരുവനന്തപുരത്ത്. അന്ന് നമ്മുടെ പാട്രിക്കെല്ലാം ഞങ്ങള് പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് അറിയാലോ, ആ ഗ്രൗണ്ടിന് വെള്ളമാണ്. അതായത് വെള്ളം മീൻസ് കടലാണ്. അപ്പൊ കടലെടുത്ത് പോയി പല ഗ്രൗണ്ടുകളും. കിഴക്കേക്കോട്ട ഒരുപാട് ആക്സിഡന്റ് പറ്റിയ ആൾക്കാർ മരിക്കുന്നു. അപ്പൊ അതിന്റെ പൗരാണിക തനിമയും അതേപോലെ തന്നെ പ്രാധാന്യവും നിലനിർത്തിക്കൊണ്ട് എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് ഒറ്റവാക്കിൽ ഞാൻ പറയില്ല. അത് വലിയ ടൗൺ പ്ലാനർമാരിൽ ചെയ്യേണ്ട കാര്യം. തമ്പാനൂർ വെള്ളക്കെട്ട്, ഇവിടെ പല കുളങ്ങളും മൂടിപ്പോയി. ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് കണ്ട ഏറ്റവും വലിയ പ്രശ്നം, 10 വർഷമായിട്ട് ഈ ആമേഴഞ്ചാം തോടിന്റെ ഒരു കൈത്തോടുണ്ട്. അറിയാലോ, രാജാജി നഗറിന്റെ പുറകിൽ ബേക്കറി ജംഗ്ഷൻ 10 വർഷമായി കെട്ടിക്കിടക്കുക. പാർവതി പുത്തനാറ്, ഇന്ന് ഞങ്ങൾ പോയി. പാർവതി പുത്തനാറിൽ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രയോജനവും ഒരു ഗുണവും ഇപ്പൊ അവിടെ ഇല്ല. അപ്പൊ അത് ക്ലീൻ ചെയ്യണം. അപ്പൊ ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, അത് വാഗ്ദാനം നടപ്പാക്കുമെന്ന് തന്നെയാണ്. ഈ കോളേജുകൾ, മറ്റേ നമ്മുടെ ആയുർവേദ കോളേജ് നമ്മുടെ മണ്ഡലത്തിലാണ്. അതിനെ ഒരു പ്രസിദ്ധമായ ഇതാക്കി മാറ്റണമെന്ന്. പക്ഷെ മെഡിക്കൽ കോളേജോ ജനറൽ ആശുപത്രിയോ നമ്മുടെ മണ്ഡലത്തിലല്ല. സാങ്കേതികമായിട്ടല്ല, റോഡിന്റെ അപ്പുറത്തെ സൈഡിലാണ് ജനറൽ ആശുപത്രി. പക്ഷെ അത് ഇവിടുത്തെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിനെ മെച്ചപ്പെടുത്താൻ നമ്മൾ ഇവിടുന്ന് ശ്രമിക്കണം.
നമ്മുടെ ആളുകളാണ് അത് ഉപയോഗിക്കുന്നത്. തൈക്കാട് ആശുപത്രി നമ്മുടെ മണ്ഡലത്തിലാണ്. അപ്പൊ അവിടെ ശിവകുമാർ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം പൊട്ടിക്കിടക്കും. അത് ഭരണപരമായ ഒരു വിഷയമാണ്. മന്ത്രിമാരുടെ സ്റ്റാഫുകൾക്ക് 2.5 വർഷം കൂടുമ്പോൾ പെൻഷൻ കിട്ടുന്നു. ഇത് ശരിയായ നടപടിയാണോ? ഇത് നിങ്ങൾ ഇനി ഭരണത്തിൽ വരികയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയേണ്ട അല്ല വരികയാണെങ്കിൽ അതൊരു മാറ്റം വരുത്താൻ തയ്യാറാവും. കാലാകാലമായിട്ടുള്ളതാണ്. ഇപ്പൊ തൊഴിൽ മേഖലയ്ക്കകത്ത് സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷെ ഇവിടെ ഭരണത്തിൽ വരികയാണെങ്കിൽ താങ്കൾ ഒരു മന്ത്രിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പറയാം. ഇങ്ങനൊരു ആശയം അതിപ്പോ നമ്മൾ വോട്ടുപിടുത്തത്തിന്റെ ഒരു വിഷയം അല്ല. ഞങ്ങൾ പറയുന്നത് ഒരുപക്ഷെ വരികയാണെങ്കിൽ താങ്കൾ മന്ത്രിയാകുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ആശയം ഞാൻ മന്ത്രിയാവുമെങ്കിൽ അപ്പൊ ഞാൻ എന്നെ കണ്ടാൽ മതി. എല്ലാവരും വിജയാശംസകൾ. ഭൂരിപക്ഷം ആർക്ക് കിട്ടുമോ അവർ ജയിക്കും. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം ഇല്ല. നിങ്ങൾ രാഷ്ട്രീയമല്ലേ ചോദിച്ചത്? ഒരു ദിവസം 3 പേരിൽ ആരെങ്കിലും ഒരാൾ ഭരണത്തിൽ വരും. ഞാൻ ചാഞ്ഞ് നിൽക്കുന്നതും ഞാൻ ജോലി ചെയ്യുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. അപ്പൊ വരുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? എന്നെനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. എന്നാൽ വന്നാൽ വരട്ടെ, അത്ര തന്നെ. സർക്കാരാണ് ജയിക്കാൻ സാധ്യത ഉള്ളത്. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. പേരെന്ന് പറയും. അല്ലാതെ പേരെന്താണ്? എന്റെ പേര് സൈഫുദ്ദീൻ. സൈഫുദ്ദീൻ. എവിടെ സ്ഥലം? സ്ഥലം വട്ടിയൂർക്കാവ്. ആര് ഭരണത്തിൽ വരും? അത് വരവൊന്നും പറയാൻ നിശ്ചയിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. എന്നാലൊരു ഒരു മനസ്സിൽ പറയുമ്പോൾ നമുക്ക് നല്ല വ്യക്തിയാണ് കരമന ജയ. അത് തിരുവനന്തപുരം മണ്ഡലത്തില്. നമ്മൾ വട്ടിയൂർക്കാവിലാണെങ്കിൽ മുരളീധരനാണ് വരാനുള്ളത്. സ്ഥാനാർത്ഥി കരമന ജയൻ. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം. എന്താണ് ഈ മത്സരരംഗത്ത് വന്നപ്പോ മനസ്സിൽ തോന്നിയത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ? മത്സരരംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം നിയോജക മണ്ഡലം BJP ജയിക്കും എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടിയുള്ള ഉറപ്പോടുകൂടിയുള്ള മാനസികാവസ്ഥ തന്നെയായിരുന്നു. തിരുവനന്തപുരം നിയോജക മണ്ഡലം മാത്രമല്ല, നേമം, കഴക്കൂട്ടം, പട്ടികട്ടം 4 നിയോജക മണ്ഡലം ഞാൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള സിറ്റി ജില്ലയാണ്. 4 സ്ഥലത്തും ജയിക്കുന്ന ഉറപ്പോടു കൂടി തന്നെയാണ് 2 മാസത്തിന് മുമ്പേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, എന്താണ് മനസ്സിലുള്ള ഡ്രീം പ്രോജക്ട്? ജയിച്ചു വന്നാൽ വരുന്ന 5 വർഷക്കാലം താങ്കളുടെ ഭാഗത്ത് എന്തൊക്കെ തിരുവനന്തപുരം നിവാസികൾക്ക് കിട്ടും? തിരുവനന്തപുരത്തിന്റെ സർവ്വതോമുഖമായിട്ടുള്ള വികസനം അതൊരു ലക്ഷ്യമാണ്, സ്വപ്നമാണ്, ജീവിത മന്ത്രമാണ്. തിരുവനന്തപുരത്തൊക്കെ അറിയാം, ഞാനും എന്റെ പ്രസ്ഥാനവും, പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി അവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. തിരുവനന്തപുരത്തിന്റെ വികസനം എന്ന് പലരും പ്രാദേശികവാദമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചെങ്കിലും ഞാൻ ഇപ്പോഴും പറഞ്ഞു, തിരുവനന്തപുരത്തിന്റെ വികസനം എന്നത് ജീവിത മന്ത്രമാണ്. അത് BJP-യിൽ കൊടുത്ത നടപ്പിലാണ്. എല്ലാവരും വിജയാശംസകൾ. താങ്ക് യു. സ്കൂൾ യൂണിഫോമുകൾക്കൊക്കെ 50% ഓഫർ. നമ്മുടെ തിരുവനന്തപുരത്ത് സ്കൂൾ യൂണിഫോമുകൾക്ക് ഇത്രയും വിലക്കുറവിൽ മറ്റെവിടെയും കിട്ടില്ല. തിരുവനന്തപുരത്തൊന്നും മാത്രമല്ല, കേരളത്തിൽ എവിടെയും കിട്ടാൻ പോകുന്നില്ല. കുട്ടികൾ ഒരു അധ്യയന വർഷത്തോളം കാലം ഉപയോഗിക്കുന്ന യൂണിഫോം ആയതുകൊണ്ട് തന്നെ എത്ര വാഷ് ചെയ്താലും അതിന്റെ പുതുമ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു മേന്മ. സിംഗിൾ പീസ് ആയിട്ടോ ബൾക്ക് ഓർഡർ ആയിട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് യൂണിഫോമുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല റെഡിമെയ്ഡ് ആയിട്ടോ മെറ്റീരിയൽ ആയിട്ടോ വാങ്ങാവുന്നതുമാണ്. നഗർ സ്കൂൾ, സെന്റ് തോമസ് സ്കൂൾ, സർവോദയ വിദ്യാലയ, ICSE CBSE, ലയോള, കാർമൽ സ്കൂൾ, നിർമ്മല ഭവൻ, കേന്ദ്രീയ വിദ്യാലയ, ഭാരതീയ വിദ്യാഭവൻ തുടങ്ങിയ സ്കൂളുകളുടെ റെഡിമെയ്ഡ് യൂണിഫോം 50% ഓഫറിലും സ്വന്തമാക്കാവുന്നതാണ്. ഗുഡ് മോർണിംഗ് സ്റ്റോറിന് മറ്റ് ബ്രാഞ്ചുകളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇനി യൂണിഫോം വാങ്ങാനായിട്ട് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. ഗുഡ് മോർണിംഗ് സ്റ്റോർ, ഫസ്റ്റ് ഫ്ലോർ, സാഫല്യം കോംപ്ലക്സ്, പാളയം.